ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു സ്റ്റോക്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടുകൾ വളരെ മികച്ചതാകുന്നത് സാധാരണയായിട്ട് ഒരു നല്ല ലക്ഷണമാണ്. എന്നാൽ അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ സ്റ്റോക്കിൽ ഒരു ബൈങ് അവസരമുണ്ടോ എന്ന് നമ്മൾ കാണുന്നത് മാർക്കറ്റ് ആ റിസൾട്ടിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, ആ സ്റ്റോക്ക് ഓൾറെഡി പ്രൈസ്ഡ് ഇൻ ആണോ എന്ന് നോക്കുക. അതായത് പലപ്പോഴും ഒരു സ്റ്റോക്ക് നല്ല ഫലം പുറത്തു വിടുമെന്ന് മാർക്കറ്റ് നേരത്തെ തന്നെ പ്രതീക്ഷിക്കാറുണ്ട്. അതിനാൽ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്റ്റോക്ക് അതിൻ്റെ വില ചിലപ്പോൾ 10%, 20% ഒക്കെ ഓൾറെഡി ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ റിസൾട്ട് വന്ന ഉടൻ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഇൻവെസ്റ്റേഴ്സ് നടത്തും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൽ ഓൺ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം പലപ്പോഴും നല്ല റിസൾട്ട് വന്നിട്ട് പോലും ചില സ്റ്റോക്കുകൾ താഴോട്ടേക്ക് പോകുന്നത് കാണാം. ഇതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് പെർഫോമൻസ് മാത്രമല്ല മാർക്കറ്റ് നോക്കുന്നത്. ഭാവിയിൽ, അതായത് അടുത്ത ഒരു വർഷം കമ്പനി എങ്ങനെ വളരും എന്നതിനെ കുറിച്ചിട്ട് മാനേജ്മെൻറ്റ് നൽകുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ അഥവാ സൂചനകൾ, അത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് 50% കൂടി, പക്ഷെ അടുത്ത വർഷം ബിസിനസ് കുറയാൻ സാധ്യതയുണ്ടെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ നല്ല റിസൾട്ട് വന്നാൽ പോലും ആ സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം. ഇതേപോലെ തന്നെയാണ് ഫലം വന്നതിന് ശേഷം അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ പരിശോധിക്കണം. കാരണം അതിൻ്റെ PE റേഷ്യോ ശ്രദ്ധിക്കുക. മികച്ച റിസൾട്ട് വന്നിട്ടും അതിൻ്റെ PE ആ സെക്ടറിലെ മറ്റ് കമ്പനികളെക്കാൾ വളരെ ഉയർന്ന നിലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ പുതുതായിട്ട് വാങ്ങുന്നത് റിസ്ക്കാണ്. എന്നാൽ റിസൾട്ട് വന്നതിന് ശേഷം ആ സ്റ്റോക്കിൽ ഒരു റീട്രേസ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് അത് വാങ്ങുന്നത് സുരക്ഷിതമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കംഫർട്ടബിൾ ലെവൽ തന്നെയാണോ എന്ന് പരിശോധിക്കുക. ഇതേപോലെ തന്നെയാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ഏർണിങ്സ്. അതായത് കമ്പനിയുടെ ലാഭം വർദ്ധിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ആ ബിസിനസ്സിനെ കുറച്ചും കൂടി ആഴ്ത്തി പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, സെയിൽസ് കൂടിയത് കൊണ്ടാണ് ലാഭം വർദ്ധിച്ചതെങ്കിൽ ആ സെയിൽസ് കൂടിയത് ചിലപ്പോൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിയത് കൊണ്ടായിരിക്കാം. ഉദാഹരണത്തിന്, ഒരു കമ്പനി 10 കാറുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് 1 ലക്ഷം വെച്ച് കാറിൻ്റെത് കഴിഞ്ഞ ക്വാർട്ടറിൽ കൂടിയിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ സ്വാഭാവികമായിട്ടും വർധനവ് കാണിക്കും. എന്നാൽ കാർ വിറ്റത് 10 തന്നെയാണെങ്കിൽ സെയിൽസിൽ യഥാർത്ഥത്തിൽ ഒരു വർധനവ് നടക്കുന്നില്ല. അതുകൂടാതെ ചില കമ്പനികൾ ഒരുപക്ഷെ അവരുടെ അസറ്റോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്ലാന്റോ ഒക്കെ വിറ്റതിൻ്റെ ഭാഗമായിട്ട് ഒരു വൺ ടൈം ഗെയിൻ നേടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ടാക്സ് ഇളവ് കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു വരുമാനമല്ല. അപ്പോൾ അത്തരത്തിലുള്ള അതർ ഇൻകം ഈ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കമ്പനിയുടെ ജെനുവിനായിട്ടുള്ള ഒരു ബിസിനസ് ഗ്രോത്ത് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇതേപോലെ തന്നെയാണ് നല്ല റിസൾട്ട് വന്ന ശേഷം ബിഗ് ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടുകളോ FIIസോ അല്ലെ HNIസോ ഒക്കെ ആ സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ സ്റ്റോക്കിൽ ഉയരുന്ന വോള്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊരു ആവറേജ് വോള്യത്തേക്കാൾ വലിയ തോതിൽ ഹൈ വോള്യത്തിലേക്ക് മുന്നേറുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഒരു ബൈങ് ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോക്കിൻ്റെ റിസൾട്ട് നല്ലതായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ഫ്യൂച്ചർ ഗൈഡൻസ് പോസിറ്റീവ് ആയിരിക്കണം. അതുകൂടാതെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇതിനോടകം വലിയ തോതിൽ ഉയരാതിരിക്കുകയും ചെയ്യണം. അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് ആ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്നാൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ സ്റ്റോക്ക് ഉയരുകയും റിസൾട്ട് നല്ലതായി വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൽ അപ്പോൾ എൻട്രി എടുക്കാതെ അവിടെ ഒരു കറക്ഷന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിലവിൽ നമ്മൾ മാർക്കറ്റിൽ ഏകദേശം 700-ലധികം സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വന്നതായിട്ട് കാണാം. കഴിഞ്ഞ ആഴ്ച വന്ന നല്ല റിസൾട്ടുകൾ നമ്മളിവിടെ പിക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മളൊരു ഫിൽട്രേഷൻ മാനദണ്ഡം നോക്കുന്നത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൂടാതെ 20% സെയിൽസ് റവന്യൂ വർദ്ധിക്കുകയും പ്രോഫിറ്റും അതേപോലെ തന്നെ 20% കൂടുതൽ ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ആനുപാതികമായി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകളാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ രീതിയിൽ നമ്മൾ ഓൾറെഡി 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്ന സ്റ്റോക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു സെക്ടർ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത് ഓട്ടോ സെക്ടറാണ്. അപ്പോൾ അവിടെ മഹീന്ദ്രയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 29%, പ്രോഫിറ്റിൽ 48% വർധന ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല റിസൾട്ടാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ബജാജ് ഓട്ടോ ആണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 41% വർധനവും പ്രോഫിറ്റിൽ 102% വർധനവുമുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല റിസൾട്ടാണ്. അതുപോലെ ഹീറോ മോട്ടോകോപ്പും, അപ്പോൾ അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 30% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 25% വർധനവുമുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നല്ല റിസൾട്ട് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നിലവിൽ ഈ 3 ഓട്ടോ സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈക്ക് അടുത്താണ്. അപ്പോൾ ഇവിടെ മഹീന്ദ്രയും അതേപോലെ തന്നെ ബജാജ് ഓട്ടോയും അതിൻ്റെ PE റേഷ്യോ വളരെയധികം ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ ഹീറോ മോട്ടോകോപ്പ് അതിൻ്റെ വാല്യുവേഷൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ലെവലിലാണ്. മഹീന്ദ്രയും അതുപോലെ തന്നെ ബജാജ് ഓട്ടോയും
ഓൾറെഡി നല്ല റണ്ണപ്പ് നടന്നു കഴിഞ്ഞു. എന്നാൽ ഹീറോ മോട്ടോകോപ്പിൽ ആ രീതിയിലുള്ള ഒരു റണ്ണപ്പ് നടക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും ഒരു സാധ്യത ബാക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോ മോട്ടോകോപ്പിൻ്റെ വാല്യുവേഷനും കുറച്ച് അട്രാക്റ്റീവ് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ നല്ല റിസൾട്ട് വന്ന ഒരു സ്റ്റോക്കാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് അഥവാ ബെല്ല്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 36% വർധനവും പ്രോഫിറ്റിൽ 156% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ശക്തമായ റിസൾട്ടാണ് കാണുന്നത്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെയും PE വളരെ ഉയർന്നതായിട്ട് കാണാം. അതുപോലെ ഓൾറെഡി ഈ സ്റ്റോക്ക് പ്രൈസ്ഡിങ് ചെയ്തതായിട്ടും കാണാം. അതുപോലെ തന്നെ CG പവർ ആൻഡ് ഇൻഡസ്ട്രീസിലും നല്ല റിസൾട്ടാണ് കാണുന്നത്. ഇയർ ഓൺ ഇയർ സെയിൽസ് 25% വർധനവും പ്രോഫിറ്റിൽ 33% ഇയർ ഓൺ ഇയർ വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇതേ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാം. അപ്പോൾ ഈ സ്റ്റോക്കിലും വാല്യുവേഷൻ വളരെയധികം എക്സ്പെൻസീവായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇതേപോലെ മറ്റൊരു സ്റ്റോക്ക് ലോയിഡ് മെറ്റൽസ് ആണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 312% വർധനവും പ്രോഫിറ്റിൽ 426% വമ്പിച്ച വർധനവുമാണ് കാണുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ശക്തമായ റിസൾട്ടാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ PE കുറച്ച് റീസണബിൾ ലെവലിലാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഈ 3 സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ BHEL, CG പവർ ഇവയുടെ മുന്നേറ്റം വളരെ അതിശയിപ്പിക്കുന്നതാണ്. പക്ഷേ PE വളരെയധികം ഉയർന്നിട്ടാണുള്ളത്. ഇപ്പോൾ ഓൾറെഡി പ്രൈസ്ഡ് ഇൻ ചെയ്ത ഒരു പ്രൈസാണ് നമുക്ക് ഈ 2 സ്റ്റോക്കുകളും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വലിയ തോതിൽ PE ഉയർന്നതുകൊണ്ട് തന്നെ ചെറിയൊരു നെഗറ്റീവ് വാർത്ത വന്നാൽ പോലും വമ്പിച്ച കറക്ഷനായിരിക്കും ഈ സ്റ്റോക്കുകൾ ഉണ്ടാവുക. അടുത്ത ശക്തമായ റിസൾട്ട് വന്ന ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 84% വർധനവും പ്രോഫിറ്റിൽ 61% വർധനവും ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകത്തിൽ നിന്നാണ് കാര്യമായിട്ട് വരുമാനം വന്നിട്ടുള്ളത്. ഇപ്പോഴും ഒരു പ്രീമിയം വാല്യുവേഷനിലാണ് നമുക്ക് BSE കാണാൻ കഴിയുക. ഇതേപോലെ തന്നെ ശക്തമായ റിസൾട്ട് വന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് MCX. അപ്പോൾ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 205% സെയിൽസ് റവന്യൂവും പ്രോഫിറ്റിൽ 291% ഒരു വർധനവുമാണ് കാണുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 32%-ഓളമുള്ള വമ്പിച്ച ഒരു ഗ്രോത്തും കാണാൻ കഴിയും. ഇവിടെയും വാല്യുവേഷൻ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എക്സ്ചേഞ്ച് ഓഹരികളാണ്. ഇത് വളരെയധികം മൊണോപ്പൊളി സ്വഭാവമുള്ളതാണ്. അതായത് മറ്റ് കമ്പനികളൊന്നും ഇവിടെ കോമ്പറ്റേറ്റീവായിട്ട് വലിയ തോതിലില്ല. അപ്പോൾ മാർക്കറ്റിൽ എത്രത്തോളം വോളിയം കൂടുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ, അതിനനുസരിച്ചിട്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് വൻതോതിൽ വർദ്ധിച്ചെങ്കിലും വാല്യുവേഷൻ ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ ഒരു കറക്ഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അടുത്ത ശക്തമായ റിസൾട്ട് വന്ന ഒരു സ്റ്റോക്ക് ലൂപ്പിൻ ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിൽ ഈ സ്റ്റോക്കിൽ ഇയർ ഓൺ ഇയറിൽ 31% ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റിൽ 101% ഗ്രോത്തും കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ശക്തമായ മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PE ഒരു ഇൻഡസ്ട്രി ആവറേജ് PEയോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ശക്തമായ റിസൾട്ട് വന്നിട്ടുള്ളത് സ്വിഗ്ഗി ആണ്. ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് 44%, പ്രോഫിറ്റിൽ 26% വർധന ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ശക്തമായ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇവരുടെ ഒരു പരസ്യ വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചതാണ് സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം ഉണ്ടായത്. ഇവരുടെ ഇൻസ്റ്റാമാർട്ട് കൂടുതൽ ലാഭത്തിലേക്ക് നീങ്ങുന്നതായിട്ടും കാണാം. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു 10 സ്റ്റോക്കുകളുടെ റിസൾട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ മിക്ക കമ്പനികളും ലാഭത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ കോർ ബിസിനസ്സിൻ്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അതർ ഇൻകം സോഴ്സിൽ നിന്നുള്ള ബിസിനസ് അല്ല ഇവരുടെ പ്രോഫിറ്റിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ BSE, MCX പോലെയുള്ള സ്റ്റോക്കുകളിൽ തീർച്ചയായിട്ടും അതർ ഇൻകം ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയുള്ള പല സ്റ്റോക്കുകളും, പ്രത്യേകിച്ച് ബെൽ, CG പവർ, മഹീന്ദ്ര അതൊക്കെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വലിയ കുതിപ്പ് നടത്തി കഴിഞ്ഞു. അതിനാൽ പുതിയ എൻട്രിക്ക് ഇവിടെ വളരെയധികം റിസ്ക് കൂടുതലാണ്. എന്നാൽ ഈ പരാമർശിച്ച 10 സ്റ്റോക്കുകളും അവരുടെ ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് പോസിറ്റീവായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വിഗ്ഗിയുടെയും ബജാജ് ഓട്ടോയുടെയും ഫ്യൂച്ചർ ഗൈഡൻസിൽ വലിയ സ്കോപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബെല്ലിൻ്റെയും CG പവറിൻ്റെയും MCXൻ്റെയും ഒക്കെ വാല്യുവേഷൻ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഒരു കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.